എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്കുമായിട്ടാണ്. ഇതെൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൂടുതൽ ചേർത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഒരു സന്തോഷവും നന്ദിയും എല്ലാവരോടും അറിയിക്കുന്നു. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദി എല്ലാവരോടും പറയുന്നു. ഇനി മുമ്പോട്ടും ഒരുപാട് നല്ല റെസിപ്പീസ് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് കൊക്കോ പൗഡർ എടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം. 200 ഗ്രാം ചോക്ലേറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാതെ മെൽറ്റ് ചെയ്തെടുത്താലും മതി. മെൽറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ. അടുത്തതായിട്ട് കേക്കിന് വേണ്ടിയുള്ള മൈദയൊന്ന് റെഡിയാക്കി വെക്കണം. 240 മില്ലിയുടെ കപ്പിൽ 2.5 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് 200 ഗ്രാം മൈദ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 1/2 മിനിറ്റ് ഈ വിസ്ക് ഉപയോഗിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കേക്കിലേക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ 200 ഗ്രാം പഞ്ചസാര. ഇവിടെ 200 ഗ്രാം പഞ്ചസാരയുടെ കൂടെ 100 ഗ്രാം പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ് ഈ 100 ഗ്രാം പഞ്ചസാര. പഞ്ചസാര പൊടിച്ചത് ഇവിടെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലിരിക്കുന്ന ബട്ടർ ആണെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഇതൊന്ന് പുറത്തെടുത്ത് വെക്കണം. ബട്ടർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ റിഫൈൻഡ് ഓയിലോ ഉപയോഗിക്കാം. കുക്കിംഗ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തുണ്ടാക്കുന്ന കേക്കിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പൊടിച്ച പഞ്ചസാരയിലേക്ക് ബട്ടർ ചേർത്തതിന് ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് സ്പീഡ് കുറച്ചിട്ട് വേണം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. അതിനുശേഷം സ്പീഡ് കൂട്ടിക്കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഈ ഒരു പാകത്തിൽ വരണം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 4 മുട്ടയാണ്. 4 മുട്ടയെന്ന് പറയുമ്പോൾ ഒരു മുട്ട 50 ഗ്രാം വീതം വരും. 200 ഗ്രാം മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ മുട്ട വീതം ചേർത്തോ 2 മുട്ട വീതം ചേർത്തോ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. മുട്ടയുടെ വെള്ളം മാത്രം മാറ്റിയതിന് ശേഷം ഒന്ന് അടിച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. മുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരേ സൈഡിലേക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി മിക്സ് ചെയ്ത് കൊടുക്കരുത്. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും 200 ഗ്രാം വീതമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 200 ഗ്രാം മൈദ, 200 ഗ്രാം ബട്ടർ, 200 ഗ്രാം പഞ്ചസാര, 200 ഗ്രാം കൊക്കോ പൗഡർ, 200 ഗ്രാം മുട്ട. ഈ ഒരു അളവ് ഓർത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലെയിൻ ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ കൂട്ടിന്ന് കൊക്കോ പൗഡർ മാറ്റിയാൽ മതി. പഞ്ചസാരയും ബട്ടറും മുട്ടയും കൂടിയുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ നേരത്തെ ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 75 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും 50 ഗ്രാം ഡ്രിങ്കിങ് ചോക്ലേറ്റുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രിങ്കിങ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്കിന് ഡയറി മിൽക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണിത്. മൈദയും ചോക്ലേറ്റും കൂടിയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ബീറ്റർ ഓൺ ചെയ്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. മൈദ ചേർത്ത് കൊടുത്ത് ഒരുവിധം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ബീറ്റർ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങോട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ബീറ്റർ ഏറ്റവും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. മൈദ ചേർത്തതിന് ശേഷം ഒരുപാട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരേ സൈഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പാകം മനസ്സിലാകും. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരേ അളവിലുള്ള 2 കേക്കിൻ്റെ ഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. ശേഷം ഇതുപോലെ കുറച്ച് മൈദയിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം.
മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ പകുതി ഓരോ പാത്രത്തിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. ചോക്ലേറ്റ് സിറപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻഡ് സ്ക്രീനിലും ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നല്ല ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതുപോലെ തട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററിൻ്റെ അകത്ത് എയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടിക്കോളും. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 2 പഴയ പ്രഷർ കുക്കർ ഇവിടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്തായിട്ട് ഓരോ തട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരിക്കലും പുതിയ പ്രഷർ കുക്കർ എടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പ്രഷർ കുക്കറോ അല്ലെങ്കിൽ പഴയ പ്രഷർ കുക്കറോ മാത്രമേ ഉപയോഗിക്കാവൂ. കുക്കറിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ വെയിറ്റും ഗ്യാസ്കറ്റും ഒക്കെ എടുത്തു മാറ്റണം. ഓവൻ ഉള്ളവർക്ക് ഈ ഒരു ബാറ്ററിൽ തന്നെ ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കുറച്ച് തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അരമണിക്കൂർ കഴിയുമ്പോഴേക്ക് കേക്ക് റെഡിയാകും. ഈർക്കിലോ ഒരു കമ്പിയോ ഉപയോഗിച്ച് ഇത് വെന്തോന്ന് ഒന്ന് കുത്തി നോക്കാം. ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിയൊന്ന് ചൂട് മാറുന്നതിന് വേണ്ടിയിട്ട് വെക്കാം. അടുത്തതായിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ ആ വലിയ ചൂടങ്ങ് മാറിയിട്ടുണ്ട്. ഇതിനി ആ കേക്ക് ഡിഷിൽ നിന്ന് മാറ്റാം. ഇവിടെ 2 ലെയർ ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം ലെവലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്നാക്കി കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് സിറപ്പ് കുറച്ചൊഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ ചോക്ലേറ്റ് സിറപ്പിൻ്റെ ആ വലിയ ചൂടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷമാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന കേക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കി ചോക്ലേറ്റ് സിറപ്പ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഉണ്ടാക്കി തരാൻ പറയും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.